ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അൽഫാസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് ജയിൽ ബ്രേക്കാണ്. ആൻഡ് ഗായ്സ്, ഇതിൻ്റെ സീരീസ് പോലെ വേണമെങ്കിൽ ചെയ്യാം. സീരീസ് പോലെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, വെബ് സീരീസ് പോലെ. ആൻഡ് ഗായ്സ്, നമ്മൾ ചെറുതായിട്ടൊന്ന് ബാങ്ക് റോബറി ചെയ്യായിരുന്നു. ആ ടൈമിൽ പോലീസ് നമ്മളെ പൊക്കി. ഗായ്സ്, നമ്മളിപ്പോൾ ജയിലിലാണ്. കണ്ടോ, എബൂസു ഹാസ് സ്റ്റാർട്ടഡ് എ പവർ പോയിൻറ്റ് റോബറി. ഗായ്സ്, അവർ കള്ളന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഇറങ്ങിയ കള്ളന്മാരാട്ടോ. നമ്മളിപ്പോഴും ജയിലിലാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, ഗൈസ്, നമ്മൾ ചെറിയൊരു ബാങ്ക് റോബറി ചെയ്തതിനാണ് നമ്മളിങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത്. ഇവിടെ കാണുന്ന ആൾക്കാർ ഇവിടെ കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വലിയ ക്രിമിനൽസാണ്. നമ്മളത്ര വലിയ ക്രിമിനലൊന്നുമല്ല. നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ ഗൈസ്. ഇവന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവൻ്റെ പിന്നാലെ പോവാം. വാടാ അങ്ങനെ തന്നെ പോയിക്കോ ഗൈസ്. ഇവനെന്താ ഓക്കെയാണ്. നമുക്ക് അവനോട് പോയിട്ട് ഐ ആം സോ ഹംഗ്രി, ക്യാൻ യു ഹെൽപ്പ് മീന്ന്. ഇതെന്താ ഗൈസ്, ഇവന് നല്ല സീനാട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇതെവിടുന്ന് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. എവിടെ എസ്കേപ്പ് ചെയ്യാൻ പോലും എനിക്കറിയില്ല. നമുക്കിങ്ങനെ ഓടിപ്പോവാം ഗൈസ്. വേറെ ആരോ ജയിലിലാണ് ഞാൻ പോയിക്കണത് ഗൈസ്. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ എവിടെയെന്ന് പോലും എനിക്കറിയില്ല. അതെ ഗൈസ്, അവിടെ പോയിരുന്നിക്കണ്. ഫുഡൊക്കെ കഴിഞ്ഞിട്ടോ. അത്ര നേരം ഫുഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമല്ല. അതുകൊണ്ടാണ്. ഇവിടെ ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എങ്ങനെയെങ്കിലും റിച്ച് ആവണം. പിന്നെ അതിൻ്റെ അവതാർ ചെറുതായിട്ട് മാറ്റിയെന്ന് കണ്ട. ലാസ്റ്റ് വീഡിയോയിലുള്ള അവതാറല്ല ഇത്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ എനിക്കൊരു അവതാർ ഉണ്ടായിരുന്നു. ആ അവതാറിൻ്റെ പാൻറ്റ് നോ ലോങ്ങർ അവൈലബിൾ എന്ന് കാണിച്ചു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് ഞാൻ റോബക്സ് കൊടുത്ത് മേടിച്ചിട്ട് നോ ലോങ്ങർ അവൈലബിൾ എന്ന് ഇപ്പോൾ കാണില്ല. അത് ഗൈസ് നമുക്ക് പോട്ടെ ചാടട്ടെ അവിടെ നിന്നിട്ടോ. അതാ ഗൈസ്, ഹെൽത്തൊക്കെ പോട്ടോ. സൂപ്പർ ആട്ടോ ഹെൽത്തൊക്കെ പോകുന്നുണ്ട്. ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചാടാൻ നോക്കണം. കണ്ട, ഇവിടെ ഫുഡ് കഴിക്കണ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് അവർക്ക് എടുക്കുന്ന സ്ഥലമാണ്. പിന്നെ ഗൈസ്, ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജയിലാണ്. കണ്ട, ഇതൊക്കെ VIP ജയിലാവും മേ ബി. നമ്മളെ ജയിൽ എങ്ങനെ അറിയില്ല. നമ്മളെ ഡ്രസ്സൊക്കെ കീറിക്കണം. കാരണം നമ്മൾ കണ്ടാൽ തന്നെ ഒരു ഗ്യാങ്സ്റ്റർ ആറ്റിറ്റ്യൂഡ് ഇല്ല. എവിടെ ഇപ്പോൾ ഗൈസ്, നമ്മൾ എങ്ങനെ പോവുക? എങ്ങനെയെങ്കിലും ഒന്നേക്ക് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ സാധാരണ എപ്പോഴും ബേസ്മെൻറ്റിൽ കൂടിയല്ലേ പോകല്ലേ. എന്തായാലും ഡയറക്റ്റ് പോകാൻ നല്ല പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബേസ്മെൻറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കാം ഗൈസ്. എനിക്കാണെങ്കിൽ ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റണില്ല ഗൈസ്. ഇതൊക്കെ മറ്റവരൊക്കെ സുഖമായിട്ട് ആക്സസ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു പോലീസിനെ അടിച്ചിട്ട് എന്തോ ചെയ്യണം തോന്നുന്നു ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഓടട്ടെ ഗൈസ്. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനല്ലേ, അത് മെയിൻ ബിൽഡിംഗ് ആണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിലേക്കാണ് മിക്കവാറും പോലീസ് ഉണ്ടാവുക. അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റണില്ല ഇത്. ഗൈസ്, അവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മൾ കയറാൻ നോക്കിയപ്പോൾ തന്നെ ഗൈസ് അവിടെ പോലീസ് വണ്ടിയൊക്കെ പോകുന്നു. അവിടെ എന്താ കാണാനിലേക്ക് ഗൈസ്. നമ്മൾ അവനെ ചൊറിയാൻ വേണ്ടി പോകട്ടെ. വാ ഗൈസ്, നമുക്കിങ്ങനെ ക്രോൾ ചെയ്ത് പോവാം. അതാ ഗൈസ്, ഓടിക്കോ ഗൈസ്. പോലീസ് അതാ നമുക്ക് അങ്ങനെ ചെയ്യാനില്ലല്ലോ ഗൈസ്. നമുക്കങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് അത്ര കത്തിയൊന്നുമില്ല, അതുകൊണ്ടാണ്. ഗൈസ്, പോലീസിനെ അടിക്കട്ടെ ഗൈസ്. അവർക്കൊക്കെ പോകാനുണ്ട് കേട്ടോ. ഈ ഗൈസ്, ഇതെന്താ, നമുക്കാണെങ്കിൽ പോകാൻ തന്നെ പറ്റണില്ല. നമുക്ക് അവിടെ പോയി ചൊറിയാം. അങ്ങനെയെങ്കിലും വരുമ്പോൾ നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കുന്നത് ഓടിപ്പോയിട്ട് കയറാം. അതാണ് എൻ്റെ ഐഡിയ. ഇവരെങ്ങനെയാടാ പോയത് ആയിക്കൂടി? അതെന്താ എനിക്ക് അങ്ങനെ പറ്റാത്തത്? ഗൈസ്, ഇവിടെ ഗണ്ണുകളൊക്കെ ഉണ്ട്. ഗണ്ണൊക്കെ എടുക്കട്ടെ. അപ്പോൾ രാത്രിയായിട്ട് നമ്മളിപ്പോൾ ഇവിടെ തേരാപ്പാര നടക്കുക. ഇവിടെ ബാക്കി എല്ലാവരും വേറെ എവിടേക്കൊക്കെ പോയി. നമ്മൾക്കാണെങ്കിൽ ഈ ഫസ്റ്റ് ടൈമല്ലേ ഗെയിം കളിക്കണം, അതുകൊണ്ടൊക്കെ ഒന്നും അറിയില്ല. എങ്ങനെയെങ്കിലും ഗായ്സ്, ഇതുണ്ടായിട്ടാണ് ഞാൻ ഇത്ര നേരം കാണാണ്ടിരുന്നത് ഗായ്സ്. ഇവിടെ ഒരു ബേസ്മെൻറ്റ് തന്നെ ഉണ്ട്. എന്നിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല ഗായ്സ്. ബേസ്മെൻറ്റ് ഉണ്ട്. നമുക്ക് വേഗം പോകട്ടോ. ഇതിൽ കൂടി പോയി ചളി കൂടി പോകുമ്പോൾ പെട്ടെന്ന് എത്തുന്നുണ്ട് ഗായ്സ്. നമ്മൾ ആ കോണി കയറട്ടെ ഗായ്സ്. ഈ സിവറിൽ അത്ര നല്ല ഹെൽത്തി വാട്ടർ അല്ല, അതുകൊണ്ടാണ്. ഗായ്സ്, പോലീസ് ഉണ്ടാവില്ലല്ലോ ഗായ്സ്, സേഫാണ്. ലെറ്റ്സ് ഗോ ഗായ്സ്. നമ്മളെങ്ങനെ എസ്കേപ്പ് ചെയ്തിരിക്കണ്. നമുക്കിവിടെ കണ്ട വണ്ടി എടുത്തിട്ട് പോവാം. ഓക്കെ, എൻ്റെ ഡ്രൈവ്. ഗായ്സ്, നമ്മളൊരു ഇപ്പോൾ ക്രിമിനലായിട്ടോ.
നമ്മളിപ്പോൾ ഒരു ക്രിമിനലായി എന്നാണ് പറയണത്. പിന്നെ ക്രിമിനലല്ലേ നമ്മൾ, പിന്നെ ഇത്ര നേരം നമ്മൾ നല്ലതായിരുന്നു. പോട്ടെ ഗായ്സ്, നമ്മൾ വണ്ടി ഡ്രിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ സൂപ്പറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഗായ്സ് എന്തൊക്കെയോ ബട്ടണുകളുണ്ട് കേട്ടോ, ഇതെന്താണെന്ന് നമുക്കറിയില്ല. പോലീസ് വണ്ടിയാണത്. ഇപ്പോൾ നമ്മളെ പിന്നാലെ നോക്കിയിട്ട് വരുന്നുണ്ടാവും. അവർക്ക് തോന്നി ഓറഞ്ച് കാണിക്കണ അവരൊക്കെ കള്ളന്മാരാണെന്നാണ്. ഗായ്സ് അതെന്താ അവിടെ? പോട്ടെ പാട്ടും വെക്കട്ടെ. പാട്ട് ഏതാണ് വേണ്ടത്? ഇതിട്ട് ഒരു കാം മൈൻഡായിട്ട് പോവാം. നമുക്ക് ഒറ്റ മൈൻഡിൽ പോകട്ടോ. പാട്ടും വെച്ചിട്ട് പാട്ട് രസമില്ല, നമുക്ക് എന്താ ചെയ്യുക, ഒരു പോസക്കം. ഇവിടെ എന്താണ് വണ്ടികളൊക്കെ ഇടിച്ചിരിക്കണം. നമുക്ക് ഇവിടുന്ന് ഇറങ്ങട്ടെ. എവിടുന്ന് ഇങ്ങനെ ഇരുന്ന് ചാടുക. ഇതിങ്ങനെ ചാടുക എന്നൊക്കെ അറിയില്ല, കയറാൻ മാത്രമേ അറിയുള്ളൂ. സ്റ്റാഡി ഗൈസ്, ഇതെന്തോ റോബറി നമുക്ക് നടത്തേണ്ടി വരും തോന്നുന്നു, എന്നാലേ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ദരിദ്രനാണ്. അതാ ഗൈസ് നമ്മൾ നിലത്ത് വീണ് ചത്തു ഗൈസ്. ഇത് നമ്മളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ഗൈസ്. നമ്മൾ മിക്കവാറും ഇപ്പോൾ ചാവും. ചത്ത നമ്മളെപ്പോഴും എന്തായാലും ചൂസ് എ സ്പോൺ, യു ലീവ്ഡ് എ ഗുഡ് ലൈഫ് ഗൈസ്. ഇപ്പം നമ്മൾ ഗൈസ് ഇപ്പം നമ്മൾ കണ്ടോ, എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, എൻ്റെ അവതാർ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ അവതാർ. കണ്ടാൽ തന്നെ ഒരു ലുക്കില്ല ഗൈസ്. നമുക്ക് വണ്ടി കയറാം. പാസഞ്ചറായിട്ട് കയറാൻ പറ്റുള്ളൂ. പാസഞ്ചർ തന്നെയാണല്ലോ അല്ലേ. പിന്നെ എന്താണ് ഗൈസ്, നമ്മൾ പാസഞ്ചറായിട്ടാ, ഡ്രൈവറായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറണം. എന്തൊക്കെയാണല്ലേ. പോരട്ടെ ഗൈസ്, അവിടെ പോലീസ് വണ്ടിയൊക്കെ ഓടുന്നുണ്ട്. നമുക്ക് ഞാൻ പോവാം. ഗൈസ് റോൾസ് റോയ്സ് എടുക്കാൻ പറ്റും എനിക്ക്. റോൾസ് റോയ്സ് എടുക്കാൻ പറ്റുമോ ഗൈസ്? അത് ബോസിന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അതിന് റോബക്സ് വരെ വേണം ഗൈസ്. ഇതിനൊക്കെ പൈസ ആണ് കേട്ടോ, അതൊന്നും നമുക്ക് എടുക്കാനില്ല ഗൈസ്. നമ്മളെ വണ്ടി ആരും കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് വേഗം ഓടട്ടോ ഗൈസ്. നമ്മളത് ഗണ്ണൊക്കെ ഉണ്ട്, തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗണ്ണാണ്. ഇപ്പം അതിനെ ഉപയോഗിച്ചാൽ പിന്നെ നമ്മളെ തലമണ്ട അടിച്ച് പൊട്ടിക്കുക. അതുകൊണ്ടാണ്. പോട്ടെ തുറന്നേരി നമുക്ക് തുറന്നേരി ഗൈസ്. നമ്മൾ വണ്ടി ഓടിക്കാൻ ചെറുതായിട്ട് മറന്നുപോയി. കുറേ കാലം ജയിലിലായതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ ടച്ചൊക്കെ ഇട്ടിക്കണം. അതുകൊണ്ട് തന്നെ ചില സമയം നമ്മൾ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കും. നിങ്ങൾ ക്ഷമിക്കട്ടോ. പോട്ടെ ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും മാപ്പൊക്കെ ഉണ്ട് ഇതിൽ. മാപ്പ് ഉണ്ട് തോന്നിട്ടോ. ഇതാണ് മാപ്പ്. ഇതാണ് മാപ്പ് കേട്ടോ. മാപ്പ് ഇപ്പോൾ നമ്മളെവിടെയാണ്? നമ്മൾ നേരെ പോവുക. നേരെ വിട്ടാൽ നമുക്ക് ഗൈസ് നേരെ ഉണ്ട് വീട്ടിൽ തന്നെ. ഗ്യാരേജൊക്കെ ഉണ്ട്. ഗ്യാരേജിന് പൈസ വേണം, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പോകണില്ല ഗൈസ്. നമ്മൾ വണ്ടി എടുത്ത് പറപ്പിക്കുന്നുണ്ട്. എവിടെ എത്തുന്ന അറിയില്ല. നിരക്കുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഡ്രിഫ്റ്റിങ് അങ്ങനെ ഉണ്ട്. സെറ്റല്ലേ? അതാ ചത്തിന്ന് കേട്ടോ. ഓടിക്കോ ഗൈസ്. അവിടുന്ന് ഒരു സ്റ്റണ്ട് കേട്ടോ ഞാൻ. എടാ എന്താ മനുഷ്യന്മാരെ സ്റ്റണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല ഗൈസ്. അതിൻ്റെ അടുക്കാണ് മാപ്പ് കയറി വന്നത്. മാപ്പ് ഗൈസ്. പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്കല്ലേ ഞാൻ വന്നത് കൊണ്ടും അല്ല, പോലീസ് സ്റ്റേഷനാണത്. അത് ഗൈസ് പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. അത് പോലീസ് സ്റ്റേഷൻ കേട്ടോ ഗൈസ്. ഹെലികോപ്റ്റർ എടുത്തിട്ടാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നത്. അതാ നമ്മളെ പിടിച്ച് ഗൈസ്, നമ്മളെ പിടിച്ച്. ഹെൽപ്പ്. ഇതൊന്നും ഓടാൻ പറ്റുന്നില്ലേ? കൈ കെട്ടിച്ചിട്ട് ഓടാൻ പറ്റൂലേ? ഹെൽപ്പ്. ഗൈസ് വീണ്ടും നമ്മൾ ജയിലിലോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഗൈസ് അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പാട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ പാട്ട് ചെയ്യണേ, കാരണം ഇതിൻ്റെ സീരിയസ് പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.